അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഇന്ന് ചോറ്റാനിക്കര മകം ചോറ്റാനിക്കര അമ്പലത്തിൽ ഇന്നലെ എത്തിയത് തൊട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇന്നലെ രാത്രി എത്തി അമ്പലത്തിൽ. എന്താ അലങ്കാരം, പൂവാണ് കേട്ടോ. ഇത് ഫുള്ള് പൂവാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക ആരെങ്കിലും? ജമന്തി അങ്ങനെയുള്ള പൂവുണ്ട്, വെളുത്ത ജമന്തി, പിന്നെ സീനികപ്പൂവ് എല്ലാം. ഇത് മകം തൊഴാൻ ഇന്നലെ തൊട്ട് രാത്രി തൊട്ടിട്ട് അവിടെ കിടക്കുന്നതാണ് ആൾക്കാർ. ഇത് നടക്കിൽ കഴിഞ്ഞിട്ട് അവിടെ റോഡും ഇതൊക്കെ ഇട്ടിരിക്കണം. ഒരു സൈഡിൽ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ സൈഡും. ഇത് എൻ്റെ ചേച്ചിയും ചേട്ടനാണ്, അവരും കൂടിയിട്ടാണ് ഇന്നലത്തെ ചോറ്റാനിക്കരയ്ക്ക് ഇന്നലെ എത്തിയത്. ഞങ്ങൾ ഇന്ന് ചോറ്റാനിക്കര മകം തൊഴുക എന്നുള്ളതല്ല, മകത്തിൻ്റെ അന്ന് തൊഴുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെയും ഒരു സെൽഫി ക്ലിക്ക് ചെയ്തു. എല്ലാവരും ആ പൂക്കളുടെ മുമ്പിൽ നിന്ന് സെൽഫി ക്ലിക്ക് ചെയ്യലും ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ നമ്മളായിട്ട് കുറച്ചില്ല, ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ചാൻസ് കിട്ടിയത് കളഞ്ഞില്ല. നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യല, എന്താ ഭംഗിയില്ലേ, അത് അത്രയും ഭംഗിയുണ്ട്. ഇത് ഇന്നത്തെ സുപ്രഭാതം. എന്ത് ഭംഗിയല്ലേ ശരിക്കും. നോക്കൂ, പൂവ് അലങ്കരിച്ചേക്കുന്നത് ഓരോരോ രൂപത്തിൽ അലങ്കരിച്ചിരിക്കുന്നതാണ്. എത്ര ഭംഗിയായിട്ട് അറിയോ. ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിക്കുന്നുണ്ട്. ആൾക്കാർക്കും സന്തോഷം, നമുക്കും സന്തോഷം അതൊക്കെ പറ്റണേൽ. ഇന്നിപ്പോൾ എഴുന്നള്ളിക്കണതിന് അവിടെയുള്ള ആനയ്ക്കുള്ള അലങ്കാരങ്ങളാണ്, ആനച്ചമയങ്ങളാണ് അവിടെയുള്ളത്. അതേമാതിരി ഇതിപ്പോൾ ശിവേലിക്ക് എഴുന്നള്ളിക്കുന്ന സമയത്തായി അതായി. അങ്ങനെ പറയില്ലേ, ആൾക്കാരും തിരക്കും. നല്ല ഒരു വെളിച്ചം 4 മണിക്ക് നട തുറക്കും, ആ സമയത്തെയാണ് കേട്ടോ തിരക്ക്. ഇത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഞങ്ങളുടെ രൂപം എന്തായാലും അതും അങ്ങനെയും ഒരു ഇത് ആയിട്ട് ഭംഗിയായിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പം മകം തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭക്തിയോട് കൂടി ആൾക്കാർ വന്നിട്ടില്ല. എന്ത് ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കണമെന്നൊക്കെ നട ഉള്ളിൽ കടന്നിടുമ്പോഴുള്ള നടയാണ്. ദേവി നടുക്കിൽ ആന. എന്ത് ഭംഗി അറിയോ ശരിക്കും. അത് കണ്ടപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കണം പറ്റണമാവുമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അവിടെ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അതാണ്. ഇത് സീത, ചോറ്റാനിക്കര ദേവിയുടെ പ്രീതി ഇപ്പോഴുള്ള ആന സീത ഇപ്പം ഇല്ലല്ലോ. അപ്പോൾ അതാണ് അവിടെ ഉള്ളിലുള്ള ഒരു വലിയ ഉണ്ടുള്ളൊരു രൂപം. ശിവേലിക്കുള്ള പരിപാടിയിൽ 2 ആനകളുണ്ട് ഒന്നിച്ച്. അപ്പോൾ അതൊന്ന് കണ്ടോളൂ. അതിനുവേണ്ടി വീഡിയോ എടുക്കാൻ പറ്റില്ല. ബ്ലോക്ക് ചെയ്ത് ശരിക്കും സിസ്റ്റമാറ്റിക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത്ര ഭംഗിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊഴാൻ വരുന്നവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത വെച്ചിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് ലൈനായിട്ട് പോകുന്നുണ്ട്. അത്രയും കാലം തന്നെ ഭക്തി, ഇതിലേക്ക് ഭക്തിയുടെ മുമ്പിൽ എൻ്റെ ഭക്തിയൊന്നുമില്ല. എല്ലാവരും അടുത്ത മകത്തിനെങ്കിലും തൊഴാൻ നോക്കാൻ പറ്റാവുന്നവർ അത്രയും മഹത്തായതാണ്. അപ്പോൾ കാണുന്നത്
ഭംഗി അലങ്കാരങ്ങൾ എത്ര അതിലെടുത്താലും എനിക്ക് മതിയാവണില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ എടുത്തു എന്നുള്ളത് മാതിരിയാണ്. എന്തായാലും കണ്ടില്ലേ, കിടക്കണ രാത്രി മുതൽ കിടക്കണതാണ്. അത് എത്ര ഭംഗിയില്ലാതെ ചോറ്റാനിക്കര നമ്മുടെ രൂപത്ര മുകളിൽ ഭംഗി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പൂക്കളുണ്ട്, രൂപങ്ങളും ഇതൊക്കെ എത്ര ഭംഗിയായിട്ട് അതിനടുത്ത് കലാകാരന്മാരെ മെനക്കെട്ടവരെ സമ്മതിക്കുന്നു. പോലീസ് സെക്യൂരിറ്റിയും ഇതിനനുസരിച്ചിട്ടുണ്ട്. നിറച്ച് പോലീസുകാർക്ക് എല്ലായിടത്തും സഹായത്തിനും എന്നുള്ള മാതിരി ഒക്കെ ഉണ്ടാവുമല്ലോ. നല്ല ഇതായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ധൃതിയിൽ ഉണ്ടാക്കിയത് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാൻ ഞാൻ തിരുത്താൻ നോക്കട്ടെ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഹരി ഓം. അപ്പോൾ കാണാം. ബൈ.